ഫിറ്റ്നസ് മേഖലയിൽ ഒരു പേഴ്സണൽ ട്രെയിനർ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി ഞാൻ ചെയ്യേണ്ടത് 26 സർട്ടിഫിക്കേഷനുള്ള പ്രോഗ്രാമാണോ അതോ 6 സർട്ടിഫിക്കേഷനുള്ള പ്രോഗ്രാമാണോ എന്നാണ് ഡൗട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഒരു ഫിറ്റ്നസ് പേഴ്സണൽ ട്രെയിനർ ആവുന്നത് എന്തിനാണ്? മെയിൻലി 2 കാര്യങ്ങൾക്കാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫിറ്റ്നസ് മേഖലയ്ക്ക് ആവശ്യമായ അറിവ് നേടാനും, രണ്ടാമത് ആ നേടിയ അറിവിനുള്ള സർട്ടിഫിക്കേഷൻസ് നമുക്ക് ആവശ്യമാണ്. ഒരു പക്ഷേ നമുക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരുപാട് വർഷം 2 കൊല്ലോ 4 കൊല്ലമൊക്കെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് വിചാരിക്കാം. സോ നിങ്ങൾക്ക് 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഏകദേശം വർക്കൗട്ടിനെ കുറിച്ചൊക്കെ ഒരു ധാരണയുള്ള ആളാണെന്ന് വിചാരിക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മികച്ച ഒരു ട്രെയിനറായിട്ട് ജോലി ലഭിക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അവിടെ നമുക്ക് സർട്ടിഫിക്കേഷന് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അറിവുണ്ട് എന്നിരുന്നുകൊണ്ട് മാത്രം നമുക്ക് നല്ലൊരു മികച്ച ട്രെയിനറായിട്ട് എസ്പെഷ്യലി വിദേശ രാജ്യങ്ങളിൽ പറ്റില്ല. അവിടെ നമുക്ക് ട്രെയിനറായി വർക്ക് ചെയ്യണമെങ്കിൽ, അവിടുത്തെ എംപ്ലോയീസിന് അതിൻ്റെ ആവശ്യമായ ക്രെഡിബിലിറ്റി ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ബോഡിയുടെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നേടിയ അറിവിന് കാണിക്കാനായിട്ടുള്ള പ്രൂഫാണ്. കാരണം പലപ്പോഴും പലരും പറയാറുള്ള കാര്യമാണ്, എനിക്ക് സ്വന്തമായിട്ട് ജിമ്മുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജിമ്മിൻ്റെ ഒരു ലെറ്റർ ഹെഡിലെ ഒരു എക്സ്പീരിയൻസ് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ അത് സർട്ടിഫിക്കേഷന് ഒരു ഈക്വലൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. അതുകൊണ്ടാണല്ലോ ഒരുപാട് കാൻഡിഡേറ്റ്സ് മികച്ച സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്ത് ഒരു ഇൻ്റർനാഷണൽ ട്രെയിനറായിട്ട് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറമെയൊക്കെ വർക്ക് ചെയ്യാനുള്ള കാരണം. സോ ഡെഫിനറ്റ്ലി സർട്ടിഫിക്കേഷൻസ് ആവശ്യമാണ്. ഇനി പേഴ്സണൽ ട്രെയിനിങ് സർട്ടിഫിക്കേഷൻസ് മാത്രമല്ല, നമുക്കിപ്പോൾ പല ഇൻ്റർനാഷണൽ ബോഡീസിലും പറയുന്ന ഒരു കാര്യമാണ് CPD പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറയാറുണ്ട്. കാരണം CPD പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ കണ്ടിന്യൂ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. കാരണം നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഫിറ്റ്നസ് ട്രെയിനിങ്ങിന് പുറമെ അതിൽ വരുന്ന പുതിയ പുതിയ അപ്ഡേറ്റുകൾ എന്താണ്, പുതിയ വർക്കൗട്ടുകൾ എന്താണെന്ന് നമ്മൾ കണ്ടിന്യൂസ് അറിയാൻ കൂടിയിട്ടാണ് ഇന്ന് പല ഇൻ്റർനാഷണൽ ബോഡീസും CPD പ്രോഗ്രാംസ് ചെയ്യാനായിട്ട് പറയുന്നത്. അത് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ നേടിയ അറിവിനേക്കാളും അപ്ഡേറ്റഡ് ആയിട്ടുള്ള അറിവ് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈനൊക്കെ ചെയ്യുന്ന ഒരുപാട് CPD പ്രോഗ്രാംസ് വരുന്നുണ്ട്. സോ CPD പ്രോഗ്രാംസ് നമ്മൾ ചെയ്തുകൊണ്ട് മാത്രം മതിയാവോ? ഇല്ല. ആഫ്റ്റർ അതിന് ശേഷം വേണ്ട എക്സാമിനേഷനോ അസസ്മെൻറ്റോ കഴിഞ്ഞ ശേഷമുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഞാനത് പഠിച്ചു അറിവ് നേടി എന്ന് പറയാൻ പറ്റുള്ളൂ. കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ അതിലേക്ക് അറിവ് നേടിയെന്ന്? ഇല്ല. ഡെഫിനറ്റ്ലി നമുക്ക് സർട്ടിഫിക്കേഷൻസ് ആവശ്യമാണ്. അതിപ്പോൾ നമ്മൾ ഡിഗ്രിക്കായാലും +2 അങ്ങനെ തന്നെയല്ലേ. +2 എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തു, പക്ഷേ എക്സാംസ് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനതിൽ +2 പാസ്സായി എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫിറ്റ്നസ് പേഴ്സണൽ ട്രെയിനിങ് നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് സർട്ടിഫിക്കേഷന് പുറമെ ഇന്ന് ഓരോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ഓരോ മെത്തേഡ്സിൻ്റെയും വർക്കൗട്ടിൻ്റെയും സർട്ടിഫിക്കേഷനും നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ തന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ പ്രൊഫൈലിന് വാല്യൂ ലഭിക്കുന്ന ഒന്നാണ്. കാരണം ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 6 സർട്ടിഫിക്കേഷനേക്കാളും നല്ലത് 26 സർട്ടിഫിക്കേഷൻ ആണോ എന്നുള്ളത്. ഈ 6 സർട്ടിഫിക്കേഷനേക്കാളും ഉപരിയായി 26 സർട്ടിഫിക്കേഷനിൽ നമ്മൾ എന്ത് സർട്ടിഫിക്കേഷനെ കാണിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 26 സർട്ടിഫിക്കേഷനിൽ നോർമലി ഉള്ള പേഴ്സണൽ ട്രെയിനിങ്ങിന് പുറമെ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷനുകൾ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 26 സർട്ടിഫിക്കേഷനുള്ള കാൻഡിഡേറ്റ്സിനായിരിക്കും പ്രൊഫൈലിന് വാല്യൂ ലഭിക്കുക. കാരണം ഇന്ന് ഒരുപാട് ട്രെയിനേഴ്സ് പഠിച്ചിറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അറിവ്, കുറച്ചറിവ് മാത്രമുള്ള ട്രെയിനേഴ്സിനേക്കാളും കൂടുതലായിട്ട് എംപ്ലോയീസ് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അറിവും കൂടുതൽ സർട്ടിഫിക്കേഷൻസും ഉള്ള ട്രെയിനേഴ്സിന് തന്നെയായിരിക്കും. പക്ഷേ ആ സർട്ടിഫിക്കേഷൻ ഇപ്പോൾ 6 എന്ന് പറയുന്ന സർട്ടിഫിക്കേഷനും 26 സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് 20 സർട്ടിഫിക്കേഷൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആ സർട്ടിഫിക്കേഷൻ്റെ ക്രെഡിബിലിറ്റി എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് പല സ്ഥാപനങ്ങളിലും കാണുന്ന ഒരു ഓപ്ഷൻ വെച്ചാൽ ചുമ്മാ ഇതിന് സർട്ടിഫിക്കേഷൻ തരിക എന്നുള്ള ഓപ്ഷൻ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ക്രെഡിബിളായിട്ട് പറയാൻ പറ്റില്ല. അവിടെയാണ് പലപ്പോഴും അറിയേണ്ടത്. കാരണം ഇന്ന് ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ആശാന്മാരായിക്കോട്ടെ, ഇവർക്ക് പോലും അറിയാതെ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു അപ്രൂവ്ഡ് ട്രെയിനിങ് പ്രൊവൈഡറിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ എവിടെ നിൽക്കുന്നു. അതേപോലെ തന്നെ ഒരു സർട്ടിഫിക്കേഷനെ എങ്ങനെയാണ് ഒരു സർട്ടിഫിക്കേഷൻ വിളിക്കുക, എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുമ്പോഴാണ് വിളിക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരു സർട്ടിഫിക്കേഷൻ ബോഡിയും ഒരു അക്രഡിറ്റേഷൻ ബോഡിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതും പലപ്പോഴും നമ്മുടെ നാട്ടിലിപ്പോൾ ട്രെയിനേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന, വളരെ കൊല്ലത്തെ എക്സ്പീരിയൻസ് ആയിട്ട് ട്രെയിനേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന പേഴ്സൺസിന് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരു സർട്ടിഫിക്കേഷൻ ആവണമെങ്കിൽ അതിന് ISO സ്റ്റാൻഡേർഡ്സ് കുറച്ച് മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ISO 17024 ISO 17011 അങ്ങനെയുള്ള ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്.
ഈ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനും അതുപോലെ അക്രഡിറ്റേഷൻ ബോഡിയുടെ അണ്ടറിലാണെങ്കിൽ അതിനെ അക്രഡിറ്റേഷൻ ബോഡി എന്നൊക്കെ വിളിക്കുള്ളൂ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഒരു പേപ്പർ തന്നതുകൊണ്ട് അത് സർട്ടിഫിക്കേഷൻ ആവില്ല. അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കേഷൻ ബോഡിയാണ്. അപ്പോൾ ആ സർട്ടിഫിക്കേഷൻ ബോഡി ആയാൽ മാത്രമേ അവർ തരുന്ന ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ പേപ്പറിനെ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കുള്ളൂ. അതല്ലെങ്കിൽ അതിനൊരു ഇനിയിപ്പോൾ നോർമൽ ഒരു പേപ്പറിന് വാല്യൂ മാത്രമേ പലപ്പോഴും വരുന്നുള്ളൂ. ഇത് തന്നെയാണ് അക്രഡിറ്റേഷൻ ബോഡീസിലും വരുന്നത്. അപ്പോൾ നമ്മളൊരു സർട്ടിഫിക്കേഷൻ എന്നുള്ളത് 6 സർട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ 26 സർട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ എത്ര തന്നെ ആയാൽ പോലും ഈ 26 സർട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ക്രെഡിബിളായ ബോഡിയിൽ നിന്നാണോ എന്ന് എൻഷുർ ചെയ്യുക. ഇന്ന് ഇന്ത്യയിലും അക്രഡിറ്റേഷൻ ബോഡീസിലൊക്കെ അണ്ടറിൽ വരുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതും അത് സർട്ടിഫിക്കേഷൻ ബോഡിയാണോ അക്രഡിറ്റേഷൻ ബോഡിയാണോ എന്ന് എൻഷുർ ചെയ്യാം. സോ അതിനൊപ്പം തന്നെ കൂടുതൽ അറിവുകൾ നേടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രൊഫൈലിനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരു 6 സർട്ടിഫിക്കേഷനേക്കാളും കൂടുതൽ വാല്യൂ ഉള്ള ഒരു കാര്യം തന്നെയായിരിക്കും ക്രെഡിബിൾ ആയിട്ടുള്ള 26 സർട്ടിഫിക്കേഷൻ. അത് ഡെഫിനറ്റ്ലി പേഴ്സണൽ ട്രെയിനർ ആകുന്ന ആൾക്കാർക്ക്, എസ്പെഷ്യലി 2025 പേഴ്സണൽ ട്രെയിനേഴ്സ് ആകുന്ന ആൾക്കാർക്ക് ഒരുപാട് അവരുടെ പ്രൊഫൈലിനെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നതും കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇനി വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ വരും ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന പ്രൊഫഷണൽസിനെ അവരുടെ കരിയർ ഗ്രോത്തിലേക്ക് മുന്നേറാൻ ഡെഫിനറ്റ്ലി ഈ 26 സർട്ടിഫിക്കേഷൻ സഹായിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്.